അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. നിരവധി പേര് ഉസ്താദേ പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണേ, ദ്വാര ഞങ്ങളെ മറക്കല്ലേ എന്നൊക്കെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്. പിന്നെ ഈ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഉമ്മമാരൊക്കെ, അയൽവക്കത്തുള്ള ഉമ്മമാരൊക്കെ ആ വീട്ടിൽ വന്നിട്ട് ഉസ്താദേ നിങ്ങളുടെ ക്ലാസ് കാണുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദ്വാരക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ഖൈറും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ നമ്മൾ ഇന്ന് കേൾക്കേണ്ട, ഈ റബീഉൽ അവ്വൽ മാസത്ത് നമ്മൾ കേട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഇന്നൊന്ന് കേൾക്കാം. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പ്രഭാഷണമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്ന് പറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു. അതിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. നിങ്ങൾ മദീനയിൽ പോയിട്ടുണ്ടോ? പോയ ആളുകൾക്കറിയാം. അല്ലാഹുവേ, പരിശുദ്ധമായ മദീന, പരിശുദ്ധമായ മദീന, ഇഷ്ടം മദീന, എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന, ഇഷ്ടം മദീന, എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശമാണ് മദീന, ലോകത്തിലെ അത്ഭുതമാണ് മദീന, ആശ്വാസമാണ് മദീന, ആനന്ദമാണ് മദീന, അഭിലാഷമാണ് മദീന, അനുരാഗമാണ് മദീന, അനുഗ്രഹമാണ് മദീന, ആവേശമാണ് മദീന, ആമോദമാണ് മദീന. ലോകത്തെ ഏറ്റവും കൂടുതൽ മസ്ജിദുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവും മദീനയിൽ തന്നെയാണ്. അത് വെറും മസ്ജിദല്ല, വെറും മസ്ജിദല്ല, വെറുതെ പള്ളിയല്ല, എല്ലാം വളരെ പോരിശയുള്ള പള്ളികളാണ്. മദീനയിൽ പോയ ആളുകൾക്കറിയാം, മസ്ജിദുൻ നബവി ഉണ്ടല്ലോ, ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെള്ളക്കൊട്ടാരമാകുന്ന ആ മദീന പള്ളി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ അപ്പുറത്താണ്, പരിസരത്താണ് മസ്ജിദുൽ ഖുബായുള്ളത്. അവിടെയാണ് മസ്ജിദുൽ ഖിബ്ലതൈനി ഉള്ളത്, മസ്ജിദുൽ ബിലാൽ ഉള്ളത്, മസ്ജിദുൽ ഇജാബയുള്ളത്, മസ്ജിദുസ് സജദയുള്ളത്, മസ്ജിദുൽ ശൈഖൈനി എന്ന പള്ളിയും അവിടെയുണ്ട്, മസ്ജിദുൽ ഹംസയുണ്ട്, മസ്ജിദുൽ മിനാറത്തൈനിയുണ്ട്, മസ്ജിദുൽ ജുമുഅയുണ്ട്, മസ്ജിദുസ് സുഖിയായുണ്ട്, ജന്നത്തുൽ ബഖീഉണ്ട്, ഉഹദുണ്ട്, ഖന്ദഖുണ്ട് തുടങ്ങി ഒരുപാട് ചരിത്ര സ്ഥലങ്ങളും സംഭവങ്ങളും സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്ന പുണ്യമായ മദീന. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും താമസിയാതെ മക്കം കാണാൻ, മദീന കാണാൻ, പോയവർക്ക് ഇനിയും പോവാൻ, പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. ഭയങ്കര ശബ്ദമാണോ? കുഴപ്പമില്ല. നമുക്ക് നമ്മളിപ്പോ ചൊല്ലിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് കൊണ്ട് എന്തൊക്കെ നേട്ടമുണ്ടെന്ന് നോക്കിയാലോ. 1,00,000 ഇതൊക്കെ വെറുതെ തോന്നുമ്പോ ചൊല്ലുന്നതല്ല, സ്വലാത്ത് ചൊല്ലാനായിട്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്, സ്വലാത്ത് ചൊല്ലാനായിട്ടിരിക്കുന്ന ഉപ്പമാരുണ്ട്. കയ്യിൽ ചെറിയ കൗണ്ടറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും, കല്യാണത്തിന് പോകുമ്പോ, ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരുപാട് ഉമ്മമാരുടെ കയ്യിൽ ആ അല്ലെ മോതിരം പോലെ, ഉപ്പമാരുടെ കയ്യിൽ മോതിരം പോലെ ആ ചെറിയൊരു കൗണ്ടർ ഉണ്ടാകും, തസ്ബീഹ് ഉണ്ടാകും, അത് വെച്ച് ഇങ്ങനെ ചൊല്ലലാണ്. മദീനയിൽ പോവാൻ ആഗ്രഹമുള്ളവരെ സ്വലാത്ത് നിത്യമാക്കിക്കോ. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവരെ സ്വലാത്ത് നിത്യമാക്കിക്കോ. ആ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ സ്വലാത്ത് നിത്യമാക്കിക്കോ. മുത്ത് റസൂലിന്റെ ചാരച്ചെന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മ, നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഉണ്ടല്ലോ, അത് മാത്രമാണ് നിങ്ങൾക്ക് ആ സൗഭാഗ്യം വാങ്ങിച്ചു തരുന്നത്. മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഒരേ ഒരു അമലാണുള്ളത്, അത് സ്വലാത്തല്ലാതെ മറ്റൊരൊന്നുമല്ല. അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ,
വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താണ് ആ ആയത്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. വല്ലാത്തൊരു ആയത്താണത്. എന്താ ആയത്തിന്റെ അർത്ഥം? അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നമ്മൾ കേട്ടിട്ടുള്ള ആയത്താണ്. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു തആല ഖുർആനിലോ അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസിലൂടെയോ അല്ലാഹു പറഞ്ഞിട്ടില്ല എന്ത്? അല്ലാഹ് നിസ്കരിക്കുന്നവനാണ് എന്ന്. അല്ലാഹ് നോമ്പെടുക്കുന്നുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു സ്വതക്ക ചെയ്യുന്നുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു ഉംറ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള ലോകത്തെ ഒരേ ഒരു അമൽ അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് അല്ലാഹ് ദുനിയാവിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ത്? ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് സ്വലാത്താണ്. ഞാൻ നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഞാൻ ഖുർആൻ ഓതുന്നുണ്ട് നിങ്ങളും ഖുർആൻ ഓതണമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടേയില്ല. പക്ഷെ അല്ലാഹു പറയുന്നു ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. എന്താണ് പറയുന്നത്? മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ രക്ഷിതാവായ ഞാൻ, അല്ലാഹുവാകുന്ന ഞാൻ എൻ്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കോടാനു 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 വരുന്ന മലക്കുകളും അവരും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് വിശ്വസിച്ച ഉമ്മ, വിശ്വസിച്ച വാപ്പാ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ. ഈ ആയത്ത് ഇതിന്റെ തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം, സ്വലാത്ത് ജീവിതത്തിൽ ഒരു ദിവസം ഒരു 3 സ്വലാത്ത് കുറഞ്ഞതെങ്കിലും ചൊല്ലുന്ന ഒരു മനുഷ്യൻ അവന്റെ ആഖിബത്ത്, അവസാനം അവൻ നന്നായിട്ടേ മരിക്കൂ എന്ന് നമുക്ക് മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. കാരണം യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു പറഞ്ഞത് വിശ്വസിച്ചവരെ എന്ന്. വിശ്വസിച്ചവർക്ക് മാത്രമേ സ്വലാത്ത് ചെല്ലാൻ പറ്റൂ. അൽഹംദുലില്ലാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്, മുത്ത് റസൂലിൽ വിശ്വാസമുള്ളവരാണ്. അല്ലാഹു ആ വിശ്വാസം, ആ ഈമാൻ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ചൊല്ലുന്നത് പോലെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു ചൊല്ലുന്നു എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് പോലെ അല്ലാഹ് ഇങ്ങനെ ചൊല്ലുന്നു അങ്ങനെയല്ല, മറിച്ച് അല്ലാഹു തആല കോടാനു വരുന്ന മലക്കുകളോട് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടഭാജനമാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇങ്ങനെ പറയുകയാണ്. നബിയെ പുകഴ്ത്തി പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തി പറയുന്നു. ഇതാണ് അല്ലാഹു ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹ് മാത്രമല്ല, യുസല്ലൂന, മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലും എന്നുമല്ല പറഞ്ഞത്, ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും 365 ദിവസവും കാലം മുഴുവനും മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്നറിയോ? മുഫസ്സിരീങ്ങൾ പറയുകയാണ്, റൂഹിനെ പിടിക്കാൻ വേണ്ടി വാനലോകത്ത് നിന്നും കടന്നു വരുന്ന മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അസ്റായീൽ എന്ന മലക്ക് കടന്നു വരുമ്പോ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ, റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ, ആ അസ്റായീൽ എന്ന മലക്ക് തന്റെ നാവ് കൊണ്ട് പറയുന്ന വാക്കെന്തെന്നറിയോ? അത് വേറൊന്നുമല്ല, അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ. അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിച്ചതിന് ശേഷം വാനലോകത്തിലേക്ക് കടന്നു പോകുമ്പോഴും ആ അസ്റായീൽ പറയുന്നത് മുത്തുനബിയുടെ സ്വലാത്താണ്. നരകത്തെ കാക്കുന്ന മലക്ക് ആരാ മക്കളെ? നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേരെന്തപ്പാ? ജിബ്രീലോ? ആരാ? മാലിക് അലൈഹിസ്സലാം.
ഉഷാറാണ് അല്ലേ? അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തെ കാക്കുന്ന മലക്ക്, ലോകത്ത് ഒരിക്കലും ചിരിക്കാത്ത മലക്കുണ്ടെങ്കിൽ നരകത്തെ കാക്കുന്ന മലക്ക. ബാക്കി എല്ലാ മലക്കുകളും ചില സമയത്തൊക്കെ ചിരിക്കാറുണ്ട്, ചില സമയത്ത് പുഞ്ചിരിക്കാറുണ്ട്. പക്ഷെ ചിരി എന്ന ഒരു സാധനം പോലും ഇല്ലാത്ത മലക്കാണ് നരകത്തിന്റെ കാവൽക്കാരനാകുന്ന മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാലിക് എന്ന മലക്ക് നരകത്തെ കാക്കുന്ന സമയത്തും പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്താണ്. സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിളുവാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മലക്കും സ്വർഗത്തെ കാത്തുകൊണ്ട് പറയുന്നതും അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ, മുത്തുനബിയുടെ സ്വലാത്താണ്. സൂറെന്ന് പറയുന്ന കാഹളം പിടിക്കുന്ന മലക്കുണ്ടല്ലോ, മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ പിടിച്ചുകൊണ്ട് പറയുന്ന വാക്കും അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്താണ്. നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ, നന്മയും തിന്മയും എഴുതാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള റക്കീബ് അതീദ് എന്ന മലക്കുകൾ. ആ മലക്കുകൾ നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും എഴുതുന്ന സമയത്തും പറയുന്നത് എന്തെന്നറിയോ? അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അവരും സദാസമയം പറയുന്നതും അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്താണ്. പിന്നെയോ കൈന്തിക്കരയിൽ നിന്നും ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ മരണപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ഖളാ പോലെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ മരണപ്പെട്ട് ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ നന്മയും തിന്മയും ചോദിക്കാൻ വേണ്ടി, ഖബറിലുള്ള നമ്മുടെ നന്മയും തിന്മയും ചോദിക്കുന്നതിനു വേണ്ടി കടന്നു വരുന്ന അല്ലാഹുവേ മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം, ആ മുൻകർ നക്കീർ വരുന്നതും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. അവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തിരിച്ചു പോകുന്നതും അതും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാ. അതുകൊണ്ട് അല്ലാഹു ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, മലക്കുകൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, മലക്കുകൾ നിത്യമായി കൊണ്ടുപോകുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്താണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തില് അൽഹംദുലില്ലാഹ് എന്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ചൊല്ലിയത്. റബ്ബേ, ഈ സ്വലാത്ത് നീ വെറുതെയാക്കല്ലേ അല്ലാ. ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരുടെയും വാപ്പമാരുടെയും മനസ്സിൽ എന്തെല്ലാം ഹലാലായ മുറാദുകൾ ഉണ്ടായിരുന്നോ അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങള് സങ്കടങ്ങള് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ നിസ്കരിക്കുമ്പോ, നമ്മളിപ്പോ ഇശാ നിസ്കരിച്ചവരാ, മഗ്രിബ് നിസ്കരിച്ചവരാ, നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മുടെ നിസ്കാരം ശരിയാവാൻ എന്തു വേണം? നിസ്കരിക്കുന്നതിന് മുമ്പ് നീയത്ത് വെക്കണം, അല്ലേ? നീയത്ത് വെക്കണം. റമളാൻ നോമ്പ്, ആ റമളാൻ നോമ്പിലും നമ്മൾ എന്തു പറയും? നീയത്ത് പറയും. ഹജ്ജിന് ഇഹ്റാം കെട്ടും, എന്താ? ഹജ്ജിന്റെ നീയത്താണത്. എന്ത് അമൽ ചെയ്താലും നീയത്ത് വേണം. നിസ്കാരത്തിന് ശരിയാവണമെങ്കിൽ നിസ്കാരത്തിന് ഷർത്തുണ്ട്, ഫർളുണ്ട്, അല്ലെ? ഇതൊക്കെ ശ്രദ്ധിച്ചാലാണ് നിസ്കാരം ശരിയാവുക, നോമ്പ് ശരിയാവുക, ഹജ്ജ് ശരിയാവുക. മാത്രം പോരാ, സമയമാവണം. നമ്മൾ നിസ്കാരം ശരിയാവണമെങ്കിൽ സമയമാവണം. അസർ ബാങ്ക് വിളിച്ചാൽ ളുഹറിന്റെ സമയം കഴിഞ്ഞു, മഗ്രിബ് ബാങ്ക് വിളിച്ചാൽ അസറിന്റെ സമയം കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അതെല്ലാം ഓരോ സമയവും സന്ദർഭവും അനുസരിച്ചാണെങ്കിൽ, ഞാനൊരു കാര്യം പറയട്ടെ, ഏത് സമയത്തും ആണിനും പെണ്ണിനും, വുദു ഉള്ള ആളുകൾക്കും വുദു ഇല്ലാത്തവർക്കും, ശുദ്ധിയുള്ള ഉമ്മക്കും ശുദ്ധിയില്ലാത്തവർക്കും, ഔറത്ത് മറച്ചും ഔറത്ത് മറക്കാതെയും, രാത്രിയിലും പകലിലും, യാത്രയിലും വീട്ടിലും, തലമറച്ചും തലമറക്കാതെയും, ശ്രദ്ധയോടെയും ശ്രദ്ധയില്ലാതെയോടെയും ഒക്കെ ചെയ്താൽ കിട്ടുന്ന, ഒക്കെ ചെയ്താൽ ഒരു അമലിന് മാത്രമാണ് പ്രതിഫലം കിട്ടുക, അത് സ്വലാത്താണ്. നമ്മളിപ്പോ കുറച്ച് പേര് കൂടിയിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലുന്നു വിചാരിക്കും.
വിചാരിക്കുക അത് വെറുതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പ്രതിഫലം കിട്ടൂല. മനസ്സിൽ കൊണ്ടിട്ട് പറയണം. എന്നാ സ്വലാത്ത് അങ്ങനെയല്ല. നമ്മളിങ്ങനെ മനസ്സ് കൊണ്ടിങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മനസ്സൊന്ന് മാറിപ്പോയാൽ പോലും നമുക്ക് ആ സ്വലാത്ത് കൊണ്ട് പ്രതിഫലം കിട്ടും. വീണ്ടും നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലയ്യ സ്വല്ലത്ത് അലൈഹിൽ മലായിക. ഒരു മനുഷ്യൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മലക്കുകളും അവനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതാണ്. വീണ്ടും പറയുന്നു അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ ഒരു മനുഷ്യന് വേണ്ടി ലോകത്തുള്ള മലക്കുകൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതാണ്. അല്ലാഹുവിന്റെ മലക്കുകളും അല്ലാഹുവും ഒരാൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ ലോകത്ത് കടന്നു പോകുന്ന എല്ലാ ജീവജാലങ്ങളും 7 ആകാശവും 7 ഭൂമിയും അതുപോലെ തന്നെ 7 സമുദ്രങ്ങളും 7 സമുദ്രങ്ങളും മരങ്ങളും പുഴകളും ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാ വസ്തു ജീവജാലങ്ങളും അവനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മ, എൻ്റെ വാപ്പമാരെ, അൽഹംദുലില്ലാഹ് നിങ്ങൾ എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലിയിട്ടുള്ള സ്വലാത്തുണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ കൊണ്ട് മരുമക്കളെ കൊണ്ട് പേരക്കുട്ടികളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് ഉമ്മയെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ചൊല്ലിച്ചിട്ടുള്ള സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്ത് ചൊല്ലിയപ്പോ നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങളുടെ നന്മ എഴുതുന്ന ആ ഒരു കടലാസിൽ മലക്കുകളോട് അല്ലാഹു തആല എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് മൻ അക്സറ സ്വലാത്ത് അലയ്യ. ഏതെങ്കിലും ഒരു മനുഷ്യന് എൻ്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അഗ്നാഹുല്ലാഹു തആല ഗിനൻ ലാ ഫഖറ ബഅദഹു. ജീവിതത്തിൽ ഇനി ദാരിദ്ര്യത്തെ പേടിക്കേണ്ട ഉമ്മ, നിങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്ത് പടച്ചു തമ്പുരാന് സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്കിന് ദുഃഖിക്കേണ്ടി വരില്ല, ദാരിദ്ര്യമുണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പ്രതിസന്ധികൾ ഉണ്ടാവില്ല, സങ്കടങ്ങൾ ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ, കേസുകളിൽ നിന്നും ഊരിപ്പോകണോ? അതുപോലെ വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ടല്ലോ. സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ, എത്രയും വേഗം അല്ലാഹു ആ കാര്യം നിർവഹിച്ചു തരുന്നതാ. വീടില്ല ഉസ്താദേ, വാടക വീട്ടിലാണ് കഴിയുന്നത്, സ്വന്തമായ ഒരു വീടുണ്ടാവാൻ നിങ്ങൾ ദുആരക്കണേ എന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. വീട് പണി നടക്കുകയാണ്, വേഗത്തിൽ തീരാൻ ദുആരക്കാൻ പറയുന്ന എത്രയോ സഹോദരിമാര് സഹോദരങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായി ഉസ്താദ്, ഇന്ന് വരെ ഒരു മകനെയോ മകളെയോ പടച്ചു തമ്പുരാന് നൽകിയിട്ടില്ല. മക്കളുണ്ടാവാൻ നിങ്ങൾ ദുആരക്കണേ എന്ന് പറയുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. മക്കളെ വേണോ? അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള മക്കള് സ്വാലിഹീങ്ങളാവണോ? നമ്മുടെ വീടിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കണോ? കടങ്ങൾ മാറണോ? രോഗങ്ങൾ മാറണോ? നിശ്ചിത എണ്ണം സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി. എത്രയോ ഉമ്മമാരാണ് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്നത്, കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്നത്. എത്ര പേരാണ് സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടിട്ടുള്ളത്. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മുത്തുനബിയെ സ്വപ്നം കാണാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. കർന ബദലി റസൂലോം की होती रही, चांद बदली का निकला हमारा नबी. അദമ്യമായ അനുരാഗത്തിന്റെ അലമാലയൊഴിയാത്ത ആഴക്കടലുകൾ അകതാരിലാവാഹിച്ച് പകലിരവുകളുടെ അതിരടയാളങ്ങളെ അവഗണിച്ച് പ്രേമഭാജനത്തിന്റെ പ്രകീർത്തനങ്ങൾ പ്രഘോഷം ചെയ്ത ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ഉമ്മ, സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള വാപ്പ, ഈ റബീഉൽ അവ്വൽ കൊണ്ട് നിങ്ങൾ സ്വലാത്ത് നിങ്ങൾ നിർത്തരുതേ. ഇനിയും നിങ്ങൾ സ്വലാത്ത് തുറന്നു കൊണ്ടുപോവണേ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ശറയുണ്ടല്ലോ. ഖുദാകേ റൂബറോ ജിസ് ദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ, ഉസീ ദിൻ ബാप बेटे का न बेटा बाप का होगा.
ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയമാ. നമ്മുടെ ഭാര്യമാര് നമ്മുടെ മക്കളെ തിരിഞ്ഞു നോക്കാത്ത സമയമാണ്. ഭർത്താവ് മക്കളെ തിരിഞ്ഞു നോക്കാത്ത സന്ദർഭമാണ്. അതുപോലെ തന്നെ വാപ്പ ഉമ്മയെയോ ഉമ്മ മക്കളെയോ തിരിഞ്ഞു നോക്കാത്ത, മൈൻഡ് ചെയ്യാത്ത ഒരു സമയമുണ്ട്. അതാണ് മഹ്ശറ. ആ മഹ്ശറയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹു തആല എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ നിർത്തുമ്പോ ചില ആളുകളുടെ അടുക്കലേക്ക് അള്ളാന്റെ ഹബീബ് ഓടി വരികയാ. അള്ളാന്റെ ഹബീബ് ചില മനുഷ്യരുടെ ഇടയിലേക്ക് ഓടി വന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എന്തേ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. അള്ളാഹുവിന്റെ ഹബീബ് ആ മനുഷ്യന്റെ കയ്യും പിടിച്ച് വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തെ പറ്റി പറയുമ്പോ സ്വഹാബിമാര് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അവര്? വിചാരണ പോലും ഇല്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ആ ഭാഗ്യവാന്മാര്, ഭാഗ്യവതികൾ ആരാണ് നബിയെ? ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അത് മറ്റാരുമല്ല, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാ, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാ. റബ്ബേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. വീണ്ടും മറ്റൊരു ഹദീസിൽ മുത്തായ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി പടച്ച തമ്പുരാൻ അതാ കൊണ്ടുവരികയാ. മീസാൻ എന്ന തുലാസിലേക്ക് അവന്റെ നന്മയും തിന്മയും ഇങ്ങനെ വെച്ച് അളക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ജീവിതത്തിൽ കുറച്ചേ നിസ്കരിച്ചിട്ടുള്ളൂ, കുറച്ചേ നോമ്പ് പിടിച്ചിട്ടുള്ളൂ, കുറച്ചേ ഖുർആൻ ഓതിയിട്ടുള്ളൂ, അല്പം മാത്രമേ ദിക്റുകൾ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അമലുകൾ കുറവാണ്, നന്മകൾ കുറവാണ്. തിന്മകളാണെങ്കിലോ ഒരുപാട് ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. മലക്കുകൾ അതാ കടന്നു വരികയാ. അവന്റെ കയ്യിലും കാലിലും ചങ്ങലകൾ കൊണ്ട് മുറുക്കിയിട്ട് അവനെ വലിച്ചിഴച്ചുകൊണ്ടതാ നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ദൂരെ നിന്നും ഒരു മനുഷ്യനതാ ഓടി വരികയാ. ദൂരെ നിന്നും ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി കിതച്ച് വരുന്നുണ്ട്. ആ വരുന്ന മനുഷ്യന്റെ കയ്യിൽ എന്തോ ഒരു ചെറിയ കഷ്ണം പേപ്പറുണ്ട്. അല്ലാ അല്ലാ, ആ മനുഷ്യനതാ ഓടി വന്നിട്ട് കയ്യിലുള്ള പേപ്പർ കഷ്ണം അതാ വലിച്ചെറിയുന്നു. എങ്ങോട്ട്? ഈ വിചാരണ ചെയ്യപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ഈ വിചാരണ ചെയ്യപ്പെട്ട മനുഷ്യന്റെ നന്മയുടെ തട്ടിലേക്ക് ആ കടലാസ് ഇങ്ങനെ വലിച്ചെറിയുമ്പോ അല്ലാഹുവേ, അത്ഭുതമെന്ന് പറയട്ടെ, അയാളുടെ നന്മയുടെ തട്ടതാ ഭാരം കൊണ്ട് താഴേക്ക് വരികയാ. മലക്കുകൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ചങ്ങലകൾ മാറ്റുകയാണ്. അയാൾക്ക് വലിയ സന്തോഷമായി. നോക്കുമ്പോ ആരോ ഒരാൾ വന്ന് എന്നെ സഹായിച്ചിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോ ആരാണെന്നറിയില്ല. നോക്കുമ്പോൾ അതാ അവിടെ നിൽക്കുകയാണ് ഒരു മനുഷ്യൻ. അതാ വിഷമിച്ചിട്ടുണ്ട്, കൈകാലുകൾ അതാ തിളങ്ങുന്നുണ്ട്, മുഖങ്ങൾ അതാ പ്രകാശിക്കുന്നുണ്ട്. ഇതാ ഈ പാപിയായ മനുഷ്യൻ ഓടിച്ചെന്നിട്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കും, മന്നെന്താ, നിങ്ങളാരാ? ആ സമയത്ത് പറയും, മന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണടോ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയില്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞില്ലേ? ഇതുപോലെ ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുമ്പോ ഉസ്താദുമാരിങ്ങനെ പ്രഭാഷണം നടത്തുമ്പോ എന്റെ പേര് നിങ്ങൾ കേൾക്കുമ്പോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ എന്ന് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലിയവനല്ലടാ നീ. ആ ചൊല്ലിയ സ്വലാത്തെല്ലാം ഞാനൊരു പേപ്പറിലേക്ക് കുറിച്ചെടുത്ത് വെച്ചിരുന്നുടാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ നന്മയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് നിന്റെ നന്മയുടെ തട്ടിലേക്ക് നീ ചൊല്ലിയ സ്വലാത്തുകളാണ് ഞാൻ ഇട്ടതെന്ന് പറയുമ്പോ ആ മനുഷ്യനതാ മുത്തായ ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാ. ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നിങ്ങൾ ചൊല്ലിയ സ്വലാത്തൊന്നും വെറുതെയായിട്ടില്ല. നിങ്ങളൊരു നേരം പോക്കിന് ചൊല്ലിയതല്ലല്ലോ. നിങ്ങളുടെ നന്മയുടെ തട്ട് താരമുണ്ടാവാൻ, ഭാരമുണ്ടാവാൻ, താഴ്ന്നു പോകാൻ വേണ്ടി നിങ്ങൾ ചൊല്ലിയതല്ലേ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ഉമ്മമാരാ, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ഉപ്പമാരാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നിൽ തിയാ റീഹസ്സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയിൽ
മുഹ്തറം. അല്ലാഹുവേ ആ മുത്തുനബിയെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. ആ റൗളയിൽ പോവാൻ ഞങ്ങൾക്ക് നീ ഉദവി തരണേ അല്ലാ. ഹൗദുൽ കൗസറിൽ നിന്നും ആ വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ സ്വലാത്ത് നിർത്തല്ലേ, സ്വലാത്ത് നിർത്തല്ലേ, തുടർന്നു കൊണ്ടുപോവണേ. എണ്ണം നോക്കാതെ ചൊല്ലിക്കോ, എണ്ണം നോക്കാതെ ചൊല്ലിക്കോ. അങ്ങനെ ചൊല്ലി ചൊല്ലി അവസാനം ഒരു ദിവസം കിനാവിൽ നമുക്ക് മുത്തായ ഹബീബിനെ കാണാം. അല്ലാഹുവേ ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. മക്കളെ, വിശുദ്ധമായ ഖുർആനിലെ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ടല്ലോ. അപ്പൊ ഏതാത്? തൗബ. ബിസ്മി ഇല്ലാത്ത സൂറത്ത് തൗബ. ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് അത് കാണാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അവസാനത്തെ 2 ആയത്ത് പലരും കൈ പൊക്കുന്നില്ല. കാരണം അവസാനത്തെ 2 ആയത്ത് ഏതാ? ലഖദ് ജാഅക്കും. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? ലഖദ് ജാഅക്കും. അൽഹംദുലില്ലാ. ആ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് അതും ഒരു സ്വലാത്താണ്. ആ 2 ആയത്ത് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്തില് അല്ലാഹു തആല കൂടുതലായും പ്രതിപാദിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണവിശേഷണങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ അറിയുന്നവരും അറിയാത്തവര് ഈ മൊബൈലുണ്ടല്ലോ, ഖുർആൻ മൊബൈലുണ്ടല്ലോ അല്ലെ, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ഈ 2 ആയത്ത് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് അറിയാവുന്നവരുണ്ടല്ലോ. കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഡിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ, നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ ഒരു 3 പ്രാവശ്യം ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു ആയത്ത് നിങ്ങൾ ഓതിയിട്ട് നിങ്ങൾ കിടക്കിൻ, സ്വലാത്ത് ചൊല്ലി കിടക്കിൻ. നിങ്ങളുടെ കിനാവിൽ വരും, നമ്മുടെ കിനാവിൽ വരും നമ്മുടെ രാജകുമാരൻ. അല്ലാഹുവേ അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുരൂരി യാ റസൂലല്ലാഹ് അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറു വഗാലി യാ റസൂലല്ലാഹ് അന്ത മിസ്ബാഹു സുദൂരി യാ ഹബീബല്ലാഹ്. കിനാവിലൊന്ന് കാണാൻ കൊതിയുള്ളവരെ സ്വലാത്തും ഈ ആയത്തും നിത്യമാക്കിക്കൊള്ളുക. ഉറങ്ങുമ്പോ മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് മാത്രമല്ല, പിന്നെയോ നമുക്ക് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഓതാം. എല്ലാ നമസ്കാരത്തിന് ശേഷവും ഓതാം മുത്തുനബിയുടെ പേരിൽ ഉള്ള ഈ ആയത്തും അതുപോലെ തന്നെ സ്വലാത്തും. സ്വലാത്ത് എന്താ പറഞ്ഞാ തീരൂല, എത്രയോ പറയാനുണ്ട് സ്വലാത്തിനെ പറ്റി. ഈ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കൊണ്ട് നമുക്കൊന്നുമാവില്ല സ്വലാത്തിനെ പറ്റി പറഞ്ഞാൽ. സ്വലാത്തിനെ പറ്റി പറഞ്ഞാൽ ഒന്നുമാവില്ല. എത്രയോ സംഭവങ്ങളുണ്ട്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്, വലിയ പണ്ഡിതനാ. ഒരിക്കൽ മഹാനവറുകൾ പരിശുദ്ധമായ ഹറമിലേക്ക് കടന്നു ചെന്ന് വിശുദ്ധമായ കഅബയെ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയില് ഒരു ചെറുപ്പക്കാരൻ അതാ വലിയ ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അയാൾ പരിശുദ്ധമായ കഅബയെ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. തൽബിയത്ത് പറയേണ്ട സ്ഥലത്ത് പോലും ഇയാൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാ. അത്ഭുതപ്പെട്ടുകൊണ്ട് ഹസനുൽ ബസരി തങ്ങൾ ചോദിക്കുകയാണ്, എന്തേ മോനെ നീ 24 മണിക്കൂറും സ്വലാത്ത് തന്നെയാണോ പറയുന്നത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നു, അതെ, ഞാൻ സ്വലാത്ത് വിട്ടിട്ടുള്ള ഒരു പരിപാടിയുമില്ല. എന്റെ നമസ്കാരം കഴിഞ്ഞാൽ, എന്റെ ഖുർആൻ പാരായണം കഴിഞ്ഞാൽ ഞാൻ എല്ലാ സമയത്തും സ്വലാത്താണ് ചൊല്ലാറുള്ളത്. എന്തേ ഇങ്ങനെ സ്വലാത്തിനെ പ്രണയിക്കാനുള്ള കാരണം
കാരണം എന്താ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് പറയുകയാ, തങ്ങളെ നിങ്ങൾക്കറിയുമോ, വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടത്. എൻ്റെ വാപ്പ മരണപ്പെട്ടത് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരിക്കൽ ഞാനും എൻ്റെ വാപ്പയും ഇങ്ങനെ കടന്നു വരുമ്പോ ഒരു യാത്രയിൽ ഇങ്ങനെ തുടരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വാപ്പക്ക് രോഗം വന്നിട്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാ. ഞാൻ വല്ലാത്ത വിഷമത്തിലായി, ഞാൻ വല്ലാത്ത സങ്കടത്തിലായി. നോക്കുമ്പോ വാപ്പ മരിച്ച സങ്കടത്തിനേക്കാൾ കൂടുതലായി എനിക്ക് ദുഃഖം വന്നത് മരണത്തിന് ശേഷം എൻ്റെ വാപ്പിച്ചാടെ മുഖമുണ്ടല്ലോ, വെളിവളായി നിന്നിരുന്ന എൻ്റെ വാപ്പയുടെ മുഖമുണ്ടല്ലോ, അതാ കറുത്തു പോയിരിക്കുകയാ, കരിവാളിച്ചിരിക്കുകയാ. ഞാനിങ്ങനെ വിഷമിച്ചു പോയി. റബ്ബേ, എൻ്റെ വാപ്പിച്ച് ജീവിതത്തിൽ പല അബദ്ധങ്ങളും ചെയ്തവരാണല്ലോ, പല പാപങ്ങളും ചെയ്തവരാണല്ലോ. ആ ചെയ്ത പാപങ്ങൾ കൊണ്ടായിരിക്കാം എൻ്റെ വാപ്പയുടെ മുഖം ഇങ്ങനെ കറുത്തുപോയത്. ഞാനങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാനങ്ങനെ പതിയെ മയങ്ങിപ്പോയി. നോക്കുമ്പോ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ് ഒരു വെളുത്ത മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാ. നല്ല സുഗന്ധമാണ് ആ മനുഷ്യൻ കടന്നു വന്നപ്പോ. ആ മനുഷ്യൻ കടന്നു വന്നിട്ട് എൻ്റെ വാപ്പാടെ മുഖത്തേക്ക് ഇങ്ങനെ പതിയെ തടവുകയാ. വാപ്പയുടെ മുഖത്തിങ്ങനെ പതിയെ തടകുന്നത് ഞാൻ കണ്ടു. നോക്കുമ്പോ വാപ്പയുടെ മുഖം ഇങ്ങനെ വെളുത്തു വരികയാ, വാപ്പയുടെ ചുണ്ടിങ്ങനെ പുഞ്ചിരിക്കുന്നത് പോലെയാവുകയാ. ഈ സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ വാപ്പയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ കണ്ടത് എത്രയോ സത്യമാണ്, ഞാൻ കണ്ട സ്വപ്നം എത്രയോ സാഫല്യമാണ്. എൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാപ്പയുടെ മുഖം ഇങ്ങനെ കറുത്തിരുന്നപ്പോ അതാ സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോ വാപ്പയുടെ മുഖം ഇങ്ങനെ വെളുത്തിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്, റബ്ബേ, ഈ കടന്നു വന്നത് മറ്റാരുമല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അങ്ങനെ സ്വപ്നത്തിൽ ആ മനുഷ്യനെ, ആ മകനെ അറിയിച്ചു കൊടുക്കുകയാണ്. എന്ത്? നിന്റെ വാപ്പ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാ, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവനാ. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് നിന്റെ വാപ്പ നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലിയിട്ടാണ് കിടന്നിരുന്നത്. ആ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ടാണടോ ഞാൻ വാപ്പയുടെ മുഖം ഇങ്ങനെ തടകിയത്, ആ വാപ്പയുടെ മുഖം ഇങ്ങനെ വെളുക്കാൻ കാരണമെന്ന് അതാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകനോട് പറഞ്ഞു കൊടുക്കുകയാ. അന്ന് മുതൽ ഞാൻ എൻ്റെ മുത്തായ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഞാൻ ഇങ്ങനെ സ്വലാത്ത് നിത്യമാക്കുകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ ബാസിതുൽ മഅറൂഫി ജാമിഅതാ, മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കലിമി. നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാ, നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാ, ഉമ്മമാരെ ഭാഗ്യവതികളാ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വലിയ അനുഗ്രഹമാണല്ലോ. ഒന്നാമത്തെ ഒരു അനുഗ്രഹമാണ് നമ്മളെ പടച്ചവൻ മനുഷ്യനാക്കി സൃഷ്ടിച്ചു എന്നുള്ളത്. ആര് കണ്ടാലും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു മനുഷ്യ കോലമാക്കി നമ്മളെ സൃഷ്ടിച്ചില്ലേ? അല്ലെങ്കിൽ കല്ലെടുത്തെറിയുന്ന പട്ടിയാക്കിയില്ലല്ലോ, നായയാക്കിയില്ലല്ലോ, അഴുക്കിൽ ജീവിക്കുന്ന നജസ് തിന്നുന്ന ജീവിയാക്കിയില്ലല്ലോ. നമ്മളെ അള്ളാഹു മനുഷ്യനാക്കി സൃഷ്ടിച്ചു. അതൊരു അനുഗ്രഹമാ. രണ്ടാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? ആ മനുഷ്യരിൽ ഉത്തമരായ മുഅ്മിനീങ്ങളാക്കി നമ്മളെ മാറ്റിയില്ലേ? അതും വലിയ അനുഗ്രഹമല്ലേ? അതിനേക്കാളൊക്കെ വലിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയോ? നമ്മളെ എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാക്കി പടച്ചവൻ മാറ്റിയില്ലേ? അത് വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. ഈസാ നബി പടച്ചവനോട് ദുആരക്കും. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ജഅൽനീ ഉമ്മത മുഹമ്മദ്. റബ്ബേ, ഞാനൊരു പ്രവാചകനാ, എനിക്കതറിയാം. പക്ഷേ എനിക്കൊരു പ്രവാചകനാകുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇനി കടന്നു വരാനുള്ള ഒരു നബിയുണ്ടല്ലോ, മുത്ത് റസൂലുണ്ടല്ലോ, മുത്ത് ഹബീബുണ്ടല്ലോ. ആ ഹബീബിന്റെ കേവലം ഒരു അനുയായിയായി മാറിയാൽ, ആ കേവലം ഒരു ഉമ്മത്തിയായി മാറിയാൽ എനിക്കതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്, ആ അനുഗ്രഹം നീ എനിക്ക് തരണേ
എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരക്കുമായിരുന്നു. ആ ദുആയുടെ ഫലം കൂടിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയതും ഇനി ഖിയാമത്ത് നാളിന്റെ അടയാളമായി മഹാനവറുകൾ ഈ ലോകത്തേക്ക് ഇറങ്ങി വരുന്നതും ഇറങ്ങി വന്നിട്ട് 40 വർഷം ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നതും ജീവിച്ച് അവസാനം വഫാത്താകുമ്പോ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൽ മുത്ത് ഹബീബിന്റെ ചാരെ അല്ല എന്നല്ല മറ്റൊരു റിപ്പോർട്ടിൽ മുത്ത് റസൂലിന്റെ ഖബറിൽ തന്നെ എന്ന് പറയുന്നുണ്ട്. ബിഖബറിൻ വാഹിദിൻ എന്നൊരു ഹദീസിൽ കാണാം മുത്ത് ഹബീബിന്റെ ഖബറിൽ തന്നെ അതാ മറമാടും. എന്നിട്ട് ഖിയാമത്ത് നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതുന്ന സമയത്ത് മുത്ത് ഹബീബും ഞാനും ഈസാ ഇബ്നു മറിയമും ഒന്നിച്ച് ഒരേ ഖബറിൽ നിന്നും ബിഖബറിൻ വാഹിദ് ഞാനും മുത്ത് ഹബീബും പറയുന്നു, നബി തങ്ങൾ പറയുന്നു, ഞാനും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഒരേ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഖിയാമത്ത് നാളിന്റെ ആ വലിയ ഭയാനതയൊക്കെ കണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ വിചാരണക്ക് വേണ്ടി ഞങ്ങൾ മഹ്ശറയിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ. അപ്പൊ പറഞ്ഞു വന്നത് ഈ ദുആ പ്രവാചകന്മാർ പോലും ചെയ്തതാ. നമ്മളൊക്കെ ദുആ ചെയ്യാതെ നമുക്ക് വലിയ ഭാഗ്യം കിട്ടിയില്ലേ? തീർന്നോ? ഇല്ല. ഇനിയും എത്രയോ പ്രവാചകന്മാർ. അറിയുമോ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന പരിപാടി എന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാവാ. ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാവാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിച്ച് മക്കയുടെയും മദീനയുടെയും അടുക്കലെത്തുമ്പോ മക്കയുടെ അടുത്തുകൂടി അല്ലെങ്കിൽ മദീനയുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോഴെല്ലാം അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് അവിടെയുള്ള ആളുകൾ, അന്തേവാസികളായ കുറച്ച് ആളുകൾ ഉണ്ടാകും. അവിടെയുള്ള ആളുകൾക്ക് ആടിനെയും ഒട്ടകത്തേക്ക് അറുത്തു കൊടുക്കുമായിരുന്നു എന്നാണ്. ആടിനെയും ഒട്ടകത്തേക്ക് അറുത്തു കൊടുക്കും. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? വേറെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ആടിനെയോ ഒട്ടകത്തെയോ അറുത്തു കൊടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്ഥലത്ത് മാത്രം ചെയ്യുന്നത്? ആ സമയത്ത് പറഞ്ഞു, ഈ സ്ഥലത്ത് ഈ മക്കയിലും മദീനയിലും ആര് വരാനുണ്ട്? നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പ്രവാചകർ വരാനുണ്ട്. ആ പ്രവാചകർ ലോകത്തിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് ആ കാലത്ത് ഞാൻ ഉണ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് ഈ കാലത്ത്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ റസൂൽ വരുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹദിയ ചെയ്യലാണ്. അതുകൊണ്ടാണ് ഞാൻ അറുത്തു കൊടുക്കുന്നതെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, ഞാൻ എൻ്റെ ശബ്ദം അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പറയട്ടെ, നമ്മൾ പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അതിന്റെ പ്രതിഫലം ഈ ദുനിയാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതവും എൻ്റെ വഫാത്തും മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഖൈറാ. സ്വഹാബാക്കൾ ഈ ഹദീസ് കേട്ടപ്പോ അവരിങ്ങനെ വിഷമിച്ചു പോയി, സങ്കടപ്പെട്ടു പോയി. അവര് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഖൈറാണെന്നറിയാം. നിങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുസ്ലിമായത്, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളായത്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഈ സൗഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ടായത് നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നതുകൊണ്ടാണ്. മുത്ത് ഹബീബേ, നിങ്ങൾ ജനിച്ചത് കൊണ്ടാണല്ലോ. ഇനിയോ നിങ്ങളുടെ വഫാത്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഖൈറാകുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബാ, ഞാൻ വഫാത്തായി ഞാൻ ഖബറിലേക്ക് ചെന്നാലും തുഅറദു അലയ്യ അഅമാലക്കും, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എനിക്ക് കാണിക്കപ്പെടും. ഉമ്മമാരെ, ഈ കൈൻഡിക്കരയിലെ പരിശുദ്ധമായ ഈ ഇൽമിന്റെ മജ്ലിസ്, സ്വലാത്ത് വാർഷികം അല്ലെങ്കിൽ സ്വലാത്തിന്റെ ദുആഇന്റെ മജ്ലിസ് ഉണ്ടല്ലോ, നബിദിനത്തിന്റെ മജ്ലിസ് ഉണ്ടല്ലോ, ഈ മജ്ലിസിൽ നമ്മൾ ഇരിക്കുന്ന ഈ ഇരുത്തം അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സ്വലാത്ത് റസൂൽ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് കാണുകയാ. എന്നിട്ട് പറയുകയാണ്, ഫഹമിത്തുല്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോ ഞാൻ അല്ലാഹുവിനോട് നന്ദി പറയുന്നതാണ്. പിന്നെയോ ഫമാ റഅയ്തു മിൻഹാ ഗൈറു ദാലിക്, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളുണ്ടല്ലോ, ആ അബദ്ധങ്ങൾ ഞാൻ കാണുന്ന സമയത്ത് ഇസ്തഗ്ഫിറുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ പറയുന്നതാ.
റബ്ബേ അല്ലാഹുവേ നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മൾ ആ തെറ്റിന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തെറ്റ് അല്ലാഹുവിന്റെ ഹബീബ് കണ്ട് നമ്മൾ തൗബ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുന്ന നമ്മുടെ നേതാവ്, ആ നേതാവിന് സ്വലാത്ത് ചൊല്ലാതെ എങ്ങനെയാണോ നമുക്ക് കഴിയാൻ പറ്റുക? മുസ്തഫ ഖൈറുൽ വറാഹോ സർവരേ സർദോ സിറാഹോ ഹം വഹി शायान रद है तुम वही शाने सफा हो മുത്തുനബിയേ അങ്ങേക്ക് സലാം. ആമിന ബീവിയുടെ മുത്തുമോനെ അങ്ങേക്ക് സലാം. അബ്ദുള്ള തങ്ങളുടെ പൂങ്കരളെ അങ്ങേക്ക് സലാം. മക്കയുടെ രാജാവേ അങ്ങേക്ക് സലാം. മദീനയുടെ രാജകുമാരനെ അങ്ങേക്ക് സലാം. ജിബ്രീലിന്റെ സതീർത്ഥ്യനെ അങ്ങേക്ക് സലാം. ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട പ്രിയതമനെ അങ്ങേക്ക് സലാം. ആയിഷ ബീവിയുടെ പ്രിയത്തോഴനെ അങ്ങേക്ക് സലാം. ഫാത്തിമ ബീവിയുടെ പിതാവേ അങ്ങേക്ക് സലാം. മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ അവരുടെ പ്രിയ പിതാമഹനെ അങ്ങേക്ക് സലാം. ലോകത്തിന്റെ വഴികാട്ടിയേ അങ്ങേക്ക് സലാം. പ്രപഞ്ചത്തിന്റെ മേൽവിലാസമേ അങ്ങേക്ക് സലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എത്രയോ ഹദീസുകളിലൂടെയാ മുത്ത് ഹബീബ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ദുആകൾ ആ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്റെ പേരിലുള്ള സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ്. ഒരു മനുഷ്യൻ അവന്റെ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു ഹാജത്ത് അല്ലാഹുവിലേക്ക് പറഞ്ഞു, എന്നിട്ട് അവൻ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവൻ ചെയ്ത ആ ദുആ, അവൻ പറഞ്ഞ ആവശ്യം അത് സ്വഹാബ, അതായത് മേഘത്തിന്റെ ഇടയിൽ തങ്ങി നിൽക്കുമെന്നാണ്. മേഘത്തിന്റെ ഇടയിൽ തങ്ങി നിൽക്കും. എന്നിട്ട് എപ്പോഴാണോ അവൻ സ്വലാത്ത് ചൊല്ലുന്നത് ആ സമയത്തായിരിക്കും അവൻ ചെയ്ത ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ സ്വലാത്ത് ഇനി നിർത്തരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ദുആക്കളും എല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.